ആഘോഷത്തിനൊപ്പം സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകി ഫോർട്ട് കൊച്ചി കാർണിവൽ ഡിസംബർ 31-ന് പപ്പാനിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിൽ ബാരിക്കേഡ് വെച്ച് സുരക്ഷ ഏർപ്പെടുത്തും. പാർക്കിങ്ങിനായി വിപുലമായ സൗകര്യമാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയിലേക്കുള്ള വിവിധ സ്പോട്ടുകളിൽ പോലീസ് പരിശോധന കർശനമാക്കും. മദ്യപിച്ചെത്തുന്നവരെ ഒരു കാരണവശാലും ഫോർട്ട് കൊച്ചിയിലേക്ക് കടത്തിവിടില്ലെന്ന് പോലീസ്. രാത്രി 7 മണിയോടുകൂടി വൈപ്പിനിൽ നിന്നുള്ള ജങ്കാർ സർവീസും അവസാനിപ്പിക്കും. വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് കൂടിയാലോചനകൾക്കും തയ്യാറെടുപ്പുകൾക്കുമൊടുവിലാണ് ജില്ലാ ഭരണകൂടവും പോലീസും നഗരസഭയും ചേർന്ന് സുരക്ഷാ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. പപ്പാനിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലേക്ക് ആളുകളെ കയറ്റാനും ഇറക്കാനും വ്യത്യസ്ത കവാടങ്ങൾ ഉണ്ടാകും. നിയന്ത്രിത അളവിൽ മാത്രമേ ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശനമുണ്ടാകൂ. 12 മണിക്ക് ശേഷം ആളുകളെ കൂട്ടമായി പുറത്തേക്ക് വിടില്ല. പപ്പാനിയെ കത്തിച്ച ശേഷം 1 മണിവരെ കലാപരിപാടികൾ തുടരും. പരേഡ് ഗ്രൗണ്ട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നതല്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി വിപുലമായ സൗകര്യങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി നിവാസികളുടെ റോഡ് സൈഡുകളിൽ പാർക്ക് ചെയ്തു വരുന്ന വാഹനങ്ങൾ ഫോർട്ട് കൊച്ചി സെന്റ് പോൾ സ്കൂൾ ഗ്രൗണ്ടിലും ഫോർട്ട് കൊച്ചി ഡെൽറ്റ സ്കൂൾ ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാം. കൂടാതെ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷ ദിവസങ്ങളിലെത്തി ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും മറ്റും താമസിക്കുന്നവരുടെ വാഹനങ്ങൾ റോഡ് സൈഡുകളിലും മറ്റും പാർക്ക് ചെയ്യാതെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലേക്കും മാറ്റിയിടണമെന്ന് നിർദ്ദേശമുണ്ട്. 1000-ഓളം പോലീസുകാരെയും സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിക്കും. വനിതകളുടെ സുരക്ഷയ്ക്കായി മഫ്തിയിലും പോലീസ് ഉണ്ടാകും. മദ്യപിച്ചെത്തുന്നവർക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ആംബുലൻസുകൾ നഗരത്തിലേക്ക് പോകാനായി പ്രത്യേക എമർജൻസി എക്സിറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഡിസംബർ 31-ന് വൈകിട്ട് 7 മണിവരെ മാത്രമേ ഫോർട്ട് കൊച്ചിയിലേക്ക് ജങ്കാർ സർവീസ് ഉണ്ടാകൂ. പിന്നെ രാത്രി 12-ന് വൈപ്പിനിലേക്ക് തിരിക്കുന്ന ജങ്കാറിൽ വാഹനങ്ങളെ മാത്രമേ പ്രവേശിപ്പിക്കൂ. കൂടാതെ ഫോർട്ട് കൊച്ചിയിൽ ജനത്തിരക്ക് കൂടിയാൽ വൈകിട്ട് 4-ന് മുൻപേ തന്നെ സ്വിഫ്റ്റ് ജംഗ്ഷൻ, തോപ്പുംപടി, BOT പാലം, കണ്ണങ്ങാട്ട്, ഇടക്കൊച്ചി, കുമ്പളങ്ങി, പഴങ്ങാട്, കണ്ടക്കടവ് എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. 12 മണിക്ക് ശേഷം നഗരത്തിലേക്ക് KSRTC സ്വകാര്യ ബസ് സർവീസുകളും ഉണ്ടാകും. സ്വകാര്യ വാഹനങ്ങൾക്ക് വേണ്ടി പശ്ചിമ കൊച്ചിയിൽ 26 പാർക്കിംഗ് ഗ്രൗണ്ടുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം ഈ 12 മണി കഴിഞ്ഞ് ഈ ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്ന് ആൾക്കാർ എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പൊ അവരെയൊക്കെ നമ്മൾ കുറച്ച് പല തവണയായിട്ട് ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളെ, പിന്നെ അതുപോലെ തന്നെ തീരപ്രദേശത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പല തവണകളായിട്ടാണ് നമ്മൾ വിടുന്നത്. അതോടൊപ്പം തന്നെ ബസ് നമ്മൾ കൊച്ചിൻ കോളേജിന്റെ ഭാഗത്ത് ഒരു ടെമ്പററി ആയിട്ട് 6 ഏക്കർ സ്ഥലം നമ്മൾ ഇതിനു വേണ്ടി മാത്രം എടുത്ത് ടെമ്പററി ആയിട്ട് ഒരു ബസ് സ്റ്റാൻഡ് അവിടെ ഓപ്പറേറ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അവിടെ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുകയും അവിടെ വരെ ബസ്സുകൾ പോവുകയും ബസ് കഴിയാവുന്ന സമയം വരെ ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ് പോവുകയും എപ്പോഴാണോ ബ്ലോക്ക് അവിടെ ഉണ്ടാകുന്ന ബസ് പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ കൊച്ചി കോളേജിൽ വന്ന് ബസ് അവിടെ നിർത്തുകയും അവിടെ സ്റ്റാൻഡിൽ നിന്ന് പിന്നീട് തിരിച്ചു പോകേണ്ടവർക്ക് എറണാകുളത്തേക്ക് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 31-ന് ഉച്ചയ്ക്ക് 2 മുതൽ കാർണിവൽ അവസാനിക്കുന്നതുവരെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘങ്ങളും സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള പരേഡ് ഗ്രൗണ്ടിന്റെ 4 വശങ്ങളിലും വെള്ളി ഗ്രൗണ്ട്, വാസ്കോ സ്ക്വയർ, കമാലക്കടവ് എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ആംബുലൻസ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. സമീപ പ്രദേശങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലും മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും. രാത്രി 12 മണിക്ക് തന്നെ പരേഡ് ഗ്രൗണ്ടിന് പരിസരത്തുള്ള ബാരിക്കേഡുകൾ മാറ്റി പുറത്തേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനായി പ്രത്യേക പോലീസ് ഇവാക്യുവേഷൻ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, MP ഹൈബി ഈഡൻ, MLA KJ മാക്സി, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K. മീര, ഡെപ്യൂട്ടി കളക്ടർ ഉഷ ബിന്ദുമോൾ, മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KR മനോജ് എന്നിവർ അറിയിച്ചു. വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട കവറുകളെ പറ്റിയും റോഡ് സർവീസിനെ പറ്റിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാവുന്നതാണ് പ്രധാനമായും. തിരക്കൊഴിവാക്കുന്നതിനായി ഫോർട്ട് കൊച്ചി കൂടാതെ പള്ളൂരുത്തി കാർണിവൽ, എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ഡിസംബർ 31-ന് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും എല്ലാവരും ഫോർട്ട് കൊച്ചിയിലേക്ക് മാത്രം പോകാതെ കൊച്ചി നഗരത്തിലെ മറ്റു പരിപാടികളും ആസ്വദിക്കണമെന്നും കൊച്ചി മേയർ M. അനിൽകുമാർ പറഞ്ഞു. മറ്റു സ്ഥലങ്ങളിൽ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോവിഡിന് ശേഷം എല്ലാ ചെറുപ്പക്കാരും കാർണിവലിലേക്ക് വന്നതാണ് ഈ ഇത്രയും വലിയ തിരക്കോടെ വരാൻ കാരണമെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ പള്ളൂരുത്തി കാർണിവലിൽ നമ്മളൊരു ബാൻഡും അത്തരം കാര്യങ്ങളും അവിടെ പാട്ടും കാര്യങ്ങളും കോർപ്പറേഷന്റെ തന്നെ പരിപൂർണമായ ചെലവിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഇവിടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലും ഒരു കലാപരിപാടി അന്ന് 31-ാം തീയതി രാത്രി കൊച്ചി നഗരസഭ തന്നെ ആർട്ട് സ്പേസ് കൊച്ചി ആർട്ടിന്റെ ഭാഗമായി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നഗരസഭയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവർ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇവരെല്ലാവരും അക്കാര്യത്തോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒന്നാമത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളുള്ളത് ഈ സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളൊന്നും പരിപൂർണമായും പൂർത്തീകരിച്ചിട്ടില്ല. ചില റോഡുകൾ ഇനി പണി തീരാനൊക്കെ ഉണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറെ കൂടി സ്മാർട്ട് സിറ്റിയുടെ പദ്ധതികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ കുറച്ചുകൂടി ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ കഴിഞ്ഞോടെ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്യാവശ്യം ഒരു ന്യൂസ് ബ്യൂറോ കൊച്ചി. PMSEB സ്മാർട്ട് മാർട്ടിൽ സ്പെഷ്യൽ സെയിൽ നവംബർ 1 മുതൽ 10 വരെ തിരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് 50% വിലക്കിഴിവിൽ മറ്റനവധി ഓഫറുകൾ. 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹോം ഡെലിവറി തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. PMSEB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ് പള്ളുരുത്തി.